നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ നായകനായി എത്തിയ ഒരു ജാതി ജാതകം എന്ന മോഹൻ ചിത്രം. അതായത് ഫ്രം ദ ഡയറക്ടർ ഓഫ് മാണിക്കക്കല്ല്. കഥ പറയുമ്പോൾ അരവിന്ദന്റെ അതിഥികളിലാണ് പുള്ളിയുടെ ലാസ്റ്റ് ഇറങ്ങിയ പടം. അത് കഴിഞ്ഞിട്ട് ഇതാണ്. സോ ആ ഒരു ലൈനിലുള്ള പടത്തിന്റെ പ്രതീക്ഷ വെച്ചിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെയാണ് അവർ പ്രൊമോഷൻ കൊടുത്തത്. കാരണം അരവിന്ദന്റെ അതിഥികൾ എന്നൊക്കെ പറയുന്ന പടം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ നമ്മൾ മനസ്സിലാക്കുക. അരവിന്ദന്റെ അതിഥികൾ അത്രയും ഹൈ നിൽക്കുന്നതിന്റെ മെയിൻ കാരണം ഷാൻ റഹ്മാൻ ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ പടം ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്. അതെ, കാരണം ഞങ്ങള് കണ്ട് ഭയങ്കര വിഷമിച്ചാണ് അറിയുന്നത്. കാരണം ഇങ്ങനൊരു പടം ഞങ്ങൾ പ്രതീക്ഷിച്ച് പോയതല്ല. ട്രെയിലറിൽ ആ ഒരു കട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നൈസ് ആയിരിക്കും വിചാരിച്ചു. പക്ഷെ തീർത്തും ഡിസപ്പോയിന്റഡ് ആണ്. കാരണം ഇവര് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചുള്ളൂ. ഒരു നല്ലൊരു കോമഡി, അത്യാവശ്യം കോമഡി ഒരുപാടൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം കോമഡിയുള്ള എന്റർടൈനർ പരിപാടി പിടിക്കുമെന്ന് വിചാരിച്ചാണ്. ഇതിന്റെ പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നൈസ് ആയിരിക്കും, പടം ആ ഒരു വൈബായിരിക്കും എന്ന് പറഞ്ഞാണ് പോയത്. പക്ഷെ ഭയങ്കരമായിട്ട് ഓവറായിക്കണം വിനീതിന്റെ അഭിനയം. മെയിൻ ക്യാരക്ടറായ വിനീത് ശ്രീനിവാസൻ തന്നെ ഇത്രയും മോശം പെർഫോമൻസ്, വിനീതിന്റെ ഏറ്റവും മോശം കരിയറിലെ ഏറ്റവും മോശം പെർഫോമൻസ് തന്നെ പറയാവുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്നലെ ശിഷ്യന്റെ നല്ല പ്രകടനം ഇറങ്ങിയപ്പോൾ ഇന്ന് ആശാൻ കരിയർ വേസ്റ്റ് പെർഫോമൻസ്. ഞങ്ങളുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇത് ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്ക് വിനീതിന്റെ അഭിനയം കുറച്ച് ഓവറായിട്ടാണ് തോന്നിയത്. അത്യാവശ്യം എല്ലാവരുടെയും കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര മോശം കാസ്റ്റിംഗ്. ഇതില് വിനീതിന്റെ അനിയനായിട്ടൊരു പയ്യൻ വരുന്നുണ്ട്. അവന്റെ ഭയങ്കര വെറുപ്പീര് ക്യാരക്ടർ. വിനീത് വെറുപ്പീര്, വിനീതിന്റെ അനിയൻ ഫാമിലി കൊള്ളാവുന്ന അച്ഛൻ ക്യാരക്ടർ. എന്നാ താങ്കേതുള്ള പിന്നെ മറ്റേ ചേച്ചി അച്ഛൻ ക്യാരക്ടർ ചെയ്യുന്നത് പി കുഞ്ഞകൃഷ്ണൻ എന്ന് പറയുന്നത് മറ്റേ ജഡ്ജിയായിട്ട് വരുന്നത്. പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് മൃദുൽ നായർ, ഡയറക്ടർ മൃദുൽ നായർ നല്ല റോൾ ചെയ്തിട്ടുണ്ട്. കാസർഗോഡിന്റെ ഒക്കെ ഡയറക്ടർ. പുള്ളിക്കാരന്റെ ഡയറക്ഷനെ കാട്ടി ഒരുപാട് മുകളിൽ പുള്ളിക്ക് അഭിനയിക്കാൻ അറിയാവുന്ന പുള്ളിക്ക് ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടർ, ഒരു പോലീസ് ക്യാരക്ടർ. നമുക്ക് ആ ക്യാരക്ടറിന്റെ സ്വഭാവം കാണുമ്പോഴത്തേക്ക് വിനീത് ശ്രീനിവാസനെ കണക്ക് തന്നെ ഓവർ ആക്കാവുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ അത് പുള്ളി കൺട്രോൾഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വിനീതിന്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ പക്ക ഒരു മെയിൽ ഷോവനിസ്റ്റ്, റേസിസം ഒക്കെ ഉള്ള ഒരു മെയിൽ ഷോ. അത് തന്നെ മൃദുൽ നായരുടെ ക്യാരക്ടർ. അതെ, അതിന്റെ ഇരട്ടി മെയിൽ ഷോവനിസ്റ്റ് ആണ് മൃദുൽ നായർ. പുള്ളി അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഈ പടത്തിലെ വൃത്തികെട്ടൊരു പാർട്ട് എന്ന് വെച്ചാൽ അതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. പശ്ചാത്തല സംഗീതവും മ്യൂസിക്കും. പാട്ട് നമുക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറയാം. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മൊത്തം സിനിമയുടെ കൂടെ ഈ പുള്ളിയുടെ, അതായത് മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്ന പുള്ളിയുടെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പോകണുണ്ട്. കുറച്ച് അവര് ചിരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൽ ഡയലോഗ് പറയുമ്പോൾ ഈ മ്യൂസിക് ഡയറക്ടർ ചിരിക്കാനുള്ള സാധനമാണെന്ന് കരുതിയിട്ട് ഈ എന്റെ മോനെ, ഈ എന്റെ അമ്മേ അങ്ങനെ സാധനം എടുത്തിട്ടുണ്ട്. ഭയങ്കര അനോയിങ് ആണ്. ഭയങ്കര വെറുപ്പീരാണ് ആ സാധനം. അതിന്റെ കൂട്ടത്തിൽ ഇവരുടെ ഈ ഓവർ ദ ടോപ്പ് ഭയങ്കര എക്സാജറേറ്റഡ് ഉള്ള അഭിനയവും ഒക്കെ കാണുമ്പോൾ തലയ്ക്ക് പെരുപ്പ് വരും. സ്ക്രീൻ പ്ലേ മോശമാണ്. സിനിമയുടെ ഒരു പ്ലോട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 38 വയസ്സ് 40 വയസ്സ് അടുപ്പിച്ച് നിൽക്കാറായ ഒരു മെയിൽ ഷോവനിസ്റ്റ് പുള്ളിയുടെ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ കെട്ടി ജീവിക്കാം എന്നുള്ളൊരു അന്വേഷണത്തിലാണ് പുള്ളി. പക്ഷെ കിട്ടുന്നില്ല. പുള്ളിയുടെ കണ്ടീഷൻസ് ഓക്കെ ആകുമ്പോൾ ജാതകം ശരിയാവത്തില്ല, ജാതകം ശരിയാകുമ്പോൾ പുള്ളിയുടെ കണ്ടീഷൻ ഓക്കെ ആവത്തില്ല. അതായത് ഈ പ്രായമായി പെണ്ണ് കണ്ട് അടുത്ത് പെണ്ണ് കിട്ടാത്ത ഒരാളുടെ കല്യാണം നടക്കണം. ഈ പറഞ്ഞ ജാതക പ്രശ്നങ്ങൾ 38 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം പറ്റത്തില്ല, 70 വയസ്സ് വരെ ആയുസുള്ളൂ, 70 വയസ്സിൽ അച്ഛൻ തട്ടിപ്പ്, അങ്ങനെ പഴയ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോഴും അതുപോലുള്ള ആൾക്കാരുണ്ടെങ്കിലും അതുപോലുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ പടം വർക്കാകത്തുള്ളൂ. പുതിയ ചിന്താഗതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ പടം കാണാൻ ഭയങ്കര അനോയിങ് ആണ്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇനി നമുക്ക് ഈ പടത്തിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് വരാം. പോസിറ്റീവ് സൈഡിലേക്ക് വന്നാണെങ്കിൽ നേരത്തെ കാസ്റ്റിങ്ങിനെ കുറ്റം പറഞ്ഞെങ്കിലും കാസ്റ്റിംഗ് മോശമാണ്. പക്ഷെ ഇതിനകത്ത് നല്ല കുറച്ച് ക്യാരക്ടർ പറഞ്ഞ് ഈ ഡാഡി ക്യാരക്ടർ കൊള്ളാം, അതുപോലെ തന്നെ ഈ മൃദുൽ നായരുടെ ക്യാരക്ടർ കൊള്ളാം. പിന്നെ പിന്നെ മറ്റേ പെൺകുട്ടി മെറിൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തത്. പുള്ളിക്കാരി നൈസായി. ബാബു ആന്റണി വലിയ സ്പേസ് ഒന്നും ഇല്ലെങ്കിലും പുള്ളിക്കാരന് കൊടുത്ത സാധനം പുള്ളിക്കാരൻ നീറ്റായിട്ട് ചെയ്തു. പിന്നെ കൈഡു ലോഹർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി മറ്റേ ആയിട്ടുണ്ടായിരുന്നു ചെയ്തത്. അതുപോലെ ഡ്രാഗൺനാഥ് നായികയാണ്. സോ പുള്ളിക്കാരിയെ വിളിച്ച് പുള്ളിക്കാരിക്ക് വേണ്ട സ്പേസ് കൊടുത്തില്ല. അതൊരു മോശം പരിപാടി. ഒന്നും ഇല്ല പടത്തിൽ. ഈ 2 മണിക്കൂർ പടം അതിനകത്ത് ഒരു അരമുക്കാൽ മണിക്കൂർ ഡിലീറ്റഡ് സീനുകൾക്ക് ആവശ്യമായിട്ട് കുറെ സീൻസ്.
പിന്നെ LGBT കമ്മ്യൂണിറ്റിയെ പറ്റി ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. LGBT കമ്മ്യൂണിറ്റിയെ കുറച്ച് അവര് അത് മോശമല്ല എന്നാണ് ഇവരെടുത്ത് കാണിക്കുന്നത്. അത് ഭയങ്കര മോശമായിട്ടാണ് അവർ മോശമല്ലെന്ന് മോശമായിട്ടുള്ള രീതിയിലാണ് മോശമല്ലെന്ന് കാണിക്കുന്നത് മോശമായിട്ടാണ്. അത് ഒരു റൈറ്റിങ്ങിന്റെ കുഴപ്പമാണ്. അപ്പൊ പറയാനുള്ളത് ഈ ഒരു പടം ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ എപ്പോഴും പറയാനൊക്കെ തന്നെ ഈ പടം ഞങ്ങളുടെ അഭിപ്രായം കേട്ടിട്ട് കാണണ്ടെന്ന് തീരുമാനിക്കുക. ഞങ്ങളുടെ അല്ല, മറ്റേ ആളുടെ അഭിപ്രായം കേട്ടും കാണണം എന്ന താല്പര്യം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോയി കാണുക. പക്ഷെ ഞങ്ങളുടെ ടേസ്റ്റ് ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ ടേസ്റ്റ്. ഞങ്ങൾക്ക് വർക്ക് ആയിട്ടില്ല. ഞങ്ങൾക്ക് 3 പേർക്കും ഒരേപോലെ വർക്ക് ആയിട്ടില്ല. ഇത് ഇത്രേ ഉള്ളൂ. പിന്നെ ഇത് കാണണോ പൊന്മാൻ കാണണോ എന്ന് കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർക്ക് ദയവ് ചെയ്ത് പൊന്മാൻ പോയി കാണുക എന്ന് ഞാൻ പറയുന്നത്. അല്ല, രണ്ട് കമന്റ് വന്നിട്ട് ഇത്ര രൂപ കിട്ടി, കമന്റ് വന്നിട്ട് ഈ റിവ്യൂ എടുക്കാൻ എത്ര രൂപ കിട്ടിയെന്നൊക്കെ ഒരു കഴിഞ്ഞ ആകെ ഒരാളെ ചോദിക്കത്തുള്ളൂ. ആ ഒരാളെ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കയ്യിൽ നിന്ന് കാശ് മുടക്കി പടം കാണുന്നു. നിങ്ങളുടെ പറയാം ഞങ്ങൾക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടായിട്ടൊന്നുമല്ല. ഞങ്ങൾക്ക് സന്തോഷം. സോ ഈ പടത്തിന്റെയും നമുക്ക് ഷെയർ തന്നെയാണ് കിട്ടുന്നത്, ക്യാഷ് ആയിട്ടല്ല. പ്രോഫിറ്റിന്റെ 50% ഇതിനും കിട്ടും. 50% ഞങ്ങൾ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും പോയി കാണുക. താല്പര്യം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, പിള്ളേരെ എന്റർടൈൻ ചെയ്യുക, ജീവിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പുതിയ കണ്ടന്റുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.